മാണിക്കുഞ്ഞിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിക്കോളാം. അമ്മാവൻ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഉദേട്ടാ. എത്ര പറഞ്ഞാലും ഇവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മള് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി അവരുടെ കൂടെയുള്ള ഒരാള് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും അവസാനം ഇത് കറങ്ങി തിരിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരവസ്ഥയിലെത്തും. മതി, നിർത്ത്. സുമിത്രേ, മോൾക്ക് ചന്ദനം തൊട്ടുകൊടുക്ക്. മോനെ നവീനെ, മോൾക്ക് ചന്ദനം തൊട്ടുകൊടുക്ക്. ഈശ്വര, അമ്മാവന്റെ സംശയം ഇതുവരെ തീർന്നില്ലേ? മറിയില്ലടാ, എന്റെ സംശയം ഞാൻ ചത്താലും മറൂല. അളിയോ, ആദ്യം 2 കഥയെ ഞാൻ കണ്ടു. അന്ന് എല്ലാരും കൂടെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ 2 കഥയെ നിർമ്മല കണ്ടു. അപ്പോഴാ എനിക്ക് ഭ്രാന്തില്ലെന്ന് എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ ആ മാണിക്കുഞ്ഞ് ഇപ്പൊ 2 കഥയെ കണ്ടു. അപ്പൊ എനിക്കും മാണിക്കുഞ്ഞിനും ഭ്രാന്തില്ലേ? പക്ഷേ മാണിക്കുഞ്ഞ് പറഞ്ഞിട്ട് പോലും അവരാരും വിശ്വസിക്കുന്നില്ല. അതെങ്ങനെയാച്ചാ വിശ്വസിക്കുന്നേ? അവരുടെ മുന്നിലിരിക്കുന്നത് ആരായാലും ഭംഗിയായിട്ടങ്ങ് അഭിനയിക്കുമല്ലേ. ഇപ്പൊ പോരാത്തതിന് ഗർഭിണി. കളരിക്കൽ കുടുംബത്തിന്റെ അഭിമാനം മുഴുവനും അവളുടെ വയറ്റിൽ വെച്ച് കെട്ടിയിരിക്കല്ലേ. പിന്നെ അവൾ ആരാണെന്ന് നോക്കാൻ പോലും സമ്മതിക്കൂ?